ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ലെസൺ ഒന്ന് എടുത്ത് വെച്ച് എല്ലാവരും ടെക്സ്റ്റ് ബുക്കില്. അതിനു മുന്നേ മിസ് ഒരു അത് സംശയം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ എക്സാം പേപ്പറിൽ അത് നിങ്ങൾക്ക് തന്ന ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്ത്? തുമാരി ദിനചര്യ ക്യാ ക്യാ ഹേ. ഓർമ്മയുണ്ടോ ക്വസ്റ്റ്യൻ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. തുമാരി ദിനചര്യ ക്യാ ക്യാ ഹേ. അതില് എങ്ങനെയാ അതിന്റെ ആൻസർ എഴുതണ്ടെന്ന് എല്ലാരും ഡൗട്ട് അടിച്ചു. കുറച്ചു പേര് അതിന് മിസ് ഞാൻ മാർക്ക് തന്നിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് അത് അതാണല്ലോ ആൻസർ എന്നുള്ള ബോധം ഉള്ളത് കൊണ്ട് മിസ് അതിന്റെ മാർക്ക് തന്നിട്ടുണ്ട്. പക്ഷെ മിസ് ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ അതായിരുന്നില്ല. നിങ്ങളുടെ ഒരു ദിവസത്തെ ദിനചര്യ എന്തൊക്കെയായിരുന്നു സെന്റൻസ് ആയിട്ടാണ് എഴുതേണ്ടത്. മേ സബേരെ ഉർത്താഹും, എന്തൊക്കെയാണ് രാവിലെ എഴുന്നേറ്റു അതിനുശേഷം എന്തൊക്കെയാ ചെയ്യുന്നത്, അതാണ് സെന്റൻസ് ആയിട്ട് ഒരു 5 സെന്റൻസോളം എഴുതാനാണ് മിസ് ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? കുറച്ചു പേര് അതിന്റെ ആൻസർ എഴുതിയത് എങ്ങനെയായിരുന്നു? സമയം ടൈം എഴുതി അതിന് നേരെ ഉടന, അല്ലേ? ഓർമ്മയുണ്ടോ എഴുതിയവർക്ക്? ഓർമ്മയുണ്ടാവും. കുറച്ചു പേര് ടൈം നേരെ നേരെ എഴുതിച്ച് 9 ബജെ നാഷ്ത ഗാന, അങ്ങനെ സമയം എഴുതി അതിന് നേരെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി. മിസ് ഉദ്ദേശിച്ച അതായിരുന്നില്ല, പക്ഷെ എങ്കിലും മിസ് അതിന് മാർക്ക് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാനാ പറഞ്ഞത്? ഔട്ട്ഡോർ ഗെയിംസ്, അല്ലേ? പുറത്തുള്ള വീടിന് പുറത്തുണ്ടാവുന്ന ഗെയിംസിന്റെ പേര്. അതിനെന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതിനെന്താ? കബഡി. കബഡി കബഡി തന്നെയാണ് ഹിന്ദിയിൽ പറയാ. ഹോക്കി, ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെയുള്ള ഒരു 5 ഗെയിമിന്റെ പേര് എഴുതാനാ പറഞ്ഞത്. 5 ഗെയിമിന്റെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ 5 മാർക്ക്. അതിൽ 1-2 പേര് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ എഴുതി വെച്ചാൽ മിസ്സിന് മാർക്ക് തരാൻ പറ്റില്ല. ഹിന്ദിയിലാണ് 5 ഗെയിമിന്റെ പേര് എഴുതാൻ വേണ്ടി പറഞ്ഞത്. ആരോ ഒരാൾ എന്ത് ചെയ്തു? 1-2 പേര് 5 എണ്ണം ഇംഗ്ലീഷിൽ എഴുതി വെച്ചു. നിങ്ങൾക്ക് അറിയാം ഇംഗ്ലീഷിലാണ് അത് പേരെന്നറിയാം, പക്ഷെ അത് നിങ്ങൾ ഹിന്ദിയിൽ എഴുതാതെ മിസ്സിന് മാർക്ക് തരാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വിഷമം വേണ്ട. ഇനി എഴുതുമ്പോഴെങ്കിലും അങ്ങൊക്കെ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ആദിദേവാണോ എഴുതിയത്? അങ്ങനെ ചിരിക്കുന്നുണ്ടല്ലോ. ആദിദേവാണോ എഴുതിയത്? ഇംഗ്ലീഷിൽ 5 അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എഴുതുമ്പോ ശ്രദ്ധിക്കണേ. മിസ്സിന് അതിനെങ്ങനെയും അതിന് മാർക്ക് തരാൻ പറ്റില്ല മോനെ, കാരണം ഇംഗ്ലീഷിലല്ലേ മോനെ എഴുതിയത് 5ഉം. 1-2 ഹിന്ദിയിൽ എഴുതിയിരുന്നെങ്കിൽ മിസ് പിന്നെയും ട്രൈ ചെയ്യുമായിരുന്നു. പക്ഷെ നീ ഫുൾ 5ഉം ഇംഗ്ലീഷിൽ എഴുതി പോയി. അത് അറിയാതെ എഴുതി പോയതായിരിക്കാം, അല്ലെ? അങ്ങനെ ആവില്ലേ സംഭവം? 5ഉം അറിയാതെ ഇംഗ്ലീഷിൽ എഴുതി പോയതല്ലേ? ഓക്കെ, അത് മിസ്സിന് അറിയാം, എനിക്കത് അറിയാന്നുള്ള കാര്യം അറിയാം. പക്ഷെ പെട്ടെന്ന് അവൻ എഴുതുമ്പോ 5ഉം ഇംഗ്ലീഷിൽ എഴുതിപ്പോയി ആൻസർ. മിസ്സിനും അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻസർ മാർക്ക് തരാനും പറ്റില്ല, മാറ്റാനും കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഓക്കെ, ഇനി എഴുതുമ്പോ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു തുമാരി ദിനചര്യ ക്യാ ക്യാ ഹേലിന്റെ ആൻസർ കുറച്ചു പേര് നിങ്ങൾ എഴുതിയത് ടൈം എഴുതി അതിന് നേരെ വരയിട്ടിട്ട് അതിന്റെ അതല്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയ വർക്കല്ല. മിസ് വേറെ എഴുതി ഗ്രൂപ്പിൽ അയച്ചു തന്നിരുന്നു. നിങ്ങളുടെ ഒരു ദിവസത്തെ ദിനചര്യ എങ്ങനെയായിരുന്നു ഒരു ഏകദേശം മിസ് പറഞ്ഞിരുന്നു, അല്ലെ? സ്കൂളിൽ പോകുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ. അത് സെന്റൻസ് ആയിട്ട് എഴുതാനാണ് മിസ് ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നു കേട്ടാ. അപ്പൊ ഇനി എഴുതുമ്പോ അത് ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ, അതന്നെ ദേവാഞ്ജന, അതാണ് എഴുതേണ്ടത്. അപ്പൊ മറ്റേ എഴുതിയതിനും മാർക്ക് മിസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് നോക്കുക, നിങ്ങളെ അതില് ആൻസർ മിസ് ശരിയിട്ട് തെറ്റ് എവിടെയാ, ഓക്കെ, തെറ്റ് കിട്ടിയത് എവിടെയാണെന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അടുത്ത എക്സാമിന് നന്നായിട്ട് പഠിക്കുക. പേജ് നമ്പർ 32 എടുത്തേ. പേജ് നമ്പർ 32, നെക്സ്റ്റ് ലെസൺ, പാർട്ട് 8, 8ാമത്തെ ലെസൺ എടുക്കുക. മെഹനത്ത് കാ ഫൽ. ഇതാണ് ലെസന്റെ പേര്, മെഹനത്ത് കാ ഫൽ. നിങ്ങളുടെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച എക്സാമിന് ഉണ്ടായ സംഭവം. മെഹനത്ത് കാ ഫൽ. എന്താ മെഹനത്ത് കാ ഫൽ എന്ന് പറഞ്ഞ മീനിങ് അറിയോ? പരിശ്രമത്തിന്റെ ഫലം അല്ലെങ്കിൽ അധ്വാനത്തിന്റെ ഫലം. എന്താണ് പരിശ്രമത്തിന്റെ ഫലം എന്ന് പറഞ്ഞാല്? നന്നായിട്ട് പരിശ്രമിച്ചാൽ എന്താവും? നല്ല റിസൾട്ട് കിട്ടും. തീരെ
പരിശ്രമിക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടുമോ? കഠിനാധ്വാനം ചെയ്യണം അല്ലെ, നന്നായിട്ട് പരിശ്രമിക്കണം, എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ ഒന്നും ചെയ്യില്ല, വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ വർക്ക് ചെയ്യില്ല, ടെക്സ്റ്റ് വായിക്കാൻ പറഞ്ഞാൽ ടെക്സ്റ്റ് വായിക്കില്ല, മീനിങ് പഠിക്കാൻ പറഞ്ഞാൽ മീനിങ് പഠിക്കില്ല, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമോ? കിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പരിശ്രമിക്കണം. നന്നായി പരിശ്രമിച്ചാൽ അതിന്റെ ഫലം നല്ല പോലെ നല്ല റിസൾട്ട് കിട്ടും, നല്ല മാർക്ക് വാങ്ങാം അല്ലെ. നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് എന്താണ് പഠിക്കാനാണുള്ളത്, നിങ്ങൾ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. നന്നായിട്ട് പഠിച്ചാൽ നന്നായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. മെഹനത്ത് കാ ഫൽ. നോക്കണേ, മിസ് വായിച്ചു തരാം. ദി ഫ്രൂട്ട്സ് ഓഫ് ലേബർ. നോക്കുക, മിസ് വായിച്ചു തരും, കൃത്യമായ ടെക്സ്റ്റ് നോക്കണം. दिन आ गए पढ़ाई के, खोना नहीं लड़ाई में, सर पर आए हैं इम्तिहान, मेहनत का होगा परिणाम, खेल कूद कुछ दिन छोड़ो, मेहनत से नाता जोड़ो, सच्ची लगन लगाओगे तो अच्छे नंबर पाओगे, नई पुस्तकें नई कॉपियां साथी नए बनाओगे, गर्मी की छुट्टी में बच्चों जी भर मौज बनाओगे. मिस ഒന്നുകൂടി പറഞ്ഞുതരാം. दिन आ गए पढ़ाई के, घोना नहीं लड़ाई में, सर पर आए हैं इम्तिहान, मेहनत का होगा परिणाम, खेल कूद कुछ दिन छोड़ो, मेहनत से नाता जोड़ो, सच्ची लगन लगाओगे तो अच्छे नंबर पाओगे, नई पुस्तकें नई कॉपियां साथी नए बनाओगे, गर्मी की छुट्टी में बच्चों जी भर मौज बनाओगे. इस വായിച്ച കണ്ടോ? കണ്ടു. എന്താണ് അതിന്റെ മീനിങ് മിസ് പറഞ്ഞുതരാം. മെഹനത്ത് കാ ഫൽ അല്ലെ, പരിശ്രമത്തിന്റെ ഫലം അല്ലെങ്കിൽ അധ്വാനത്തിന്റെ ഫലം. ദിൻ ആ ഗയേ പഠായി കെ, എന്താണ്? दिन आ गए पढ़ाई के, पढ़ाई के दिन आ गए, പഠായി കെ ദിൻ ആ ഗയേ, പഠിക്കാനുള്ള ദിവസം വന്നു, പഠിക്കേണ്ട ദിവസം വന്നു കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോ പഠിക്കേണ്ട സമയമാണ് അല്ലേ, പഠിക്കേണ്ട സമയം വന്നു. അതാ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട്, കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവം, പഠിക്കേണ്ട സമയമായിരുന്നു. ഘോനാ നഹി ലഡായി മേ, അതിന് പുസ്തകത്തോട് യുദ്ധം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സർ പർ ആയേ ഹേ ഇംതിഹാൻ, മെഹനത്ത് കാ ഹോഗാ പരിണാം. എന്താണ്? നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മെഹനത്ത് കാ ഹോഗാ പരിണാം, ആ അധ്വാനത്തിന്റെ മാറ്റം, ആ അധ്വാനത്തിന്റെ റിസൾട്ട് ലഭിക്കും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാല്. ഖേൽ കൂത് കുച്ച് ദിൻ ചോടോ, നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം ആയിരുന്നു കഴിഞ്ഞ ആഴ്ച അല്ലെ. ഖേൽ കൂത് കുച്ച് ദിൻ ചോടോ, കുറച്ച് ദിവസം നിങ്ങളെ കളിയൊക്കെ ഒഴിവാക്കുക. വീട്ടിൽ നിന്ന് എപ്പോഴും പറയും കളിക്കല്ലേ കളിക്കല്ലേ, കളിക്കാൻ പോകല്ലേ എന്ന് പറയും അല്ലെ. കേട്ട് മടുത്തു മിസ് എന്ന് പറയും കുറച്ചു പേര്. ഇത് കേട്ട് മടുത്തു. എല്ലായ്പ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടോ വീട്ടിൽ നിന്ന് കളിക്കല്ലേ കളിക്കല്ലേന്ന്? എക്സാം ആവുമ്പോ പേരൻസിന് ടെൻഷൻ കയറും. അപ്പൊ അവരെന്ത് പറയും? കളിക്കല്ലേ കളിക്കല്ലേ, വായിക്കേ വായിക്കേ, പഠിക്കേ പഠിക്കെന്ന് പറയും അല്ലേ. അപ്പൊ ഞങ്ങളും പറഞ്ഞെന്താണ്? ഖേൽ കൂത് കുച്ച് ദിൻ ചോടോ, കുറച്ച് ദിവസം നിങ്ങൾ കളി ഒഴിവാക്കൂ. മെഹനത്ത് സേ നാതാ ജോടോ, എന്നിട്ട് എന്ത് ചെയ്യണം? പരിശ്രമിക്ക്. എന്താ പരിശ്രമിക്കേണ്ടത്? നിങ്ങൾ കളിക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കേട്ടല്ലോ?
सची लगन लगाओगे तो अच्छा നമ്പർ പാവോगे. നല്ല പെരുമാറ്റം, നല്ല സ്വഭാവമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നമ്പർ ലഭിക്കും. നല്ല നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? നല്ല പേര്. നല്ല നമ്പർ പറഞ്ഞാല് എന്താണ്? ഫസ്റ്റ് പ്രൈസ്. നല്ല സ്വഭാവം, നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ, നല്ല മക്കളാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക്? ഫസ്റ്റ് പ്രൈസ്. നയി പുസ്തകേ നയി കോപ്പിയാം സാത്തി നയെ ബനാവോगे. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ കൂട്ടുകാരെ ആരൊക്കെയാണ്? നയി പുസ്തകേ, പുതിയ പുസ്തകങ്ങള്. നയി കോപ്പിയാം, പുതിയ നോട്ട്ബുക്കുകള്. സാത്തി നയെ ബനാവോगे. നിങ്ങളുടെ കൂട്ടുകാരായിട്ട് കണക്കാക്കേണ്ടത് ആരെയായിരുന്നു? നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളെയും പുതിയ നോട്ട്ബുക്കുകളെയും നിങ്ങൾ കൂട്ടുകാരായി കണക്കാക്കുക. ആ കൂട്ടുകാരുടെ ഒന്നിച്ചാണ് നിങ്ങൾ കളിക്കേണ്ടത്. ഗർമി കി ചുട്ടി മേ ബച്ചോ. ഇനി നിങ്ങൾക്ക് വെക്കേഷൻ ലീവുള്ള സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ജീബർ മൗജ് മനാവോगे. നിങ്ങൾ മനസ്സ് നിറയെ സന്തോഷത്തോടെ കളിച്ചോളൂ. നിങ്ങളെ ആരും ഒന്നും പറയാൻ പോവില്ല. ദേവാഞ്ജന കഴുത്തിൽ മുറുകല മുളയത് നോക്കണം. ഓക്കെ, അത്രേ വേണ്ടു. കുട്ടികൾ ശ്രദ്ധിക്കുക, കഴുത്തിൽ എങ്ങനെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴുത്തിൽ വലിക്കുമ്പോൾ നോക്കണേ. കാരണം നിങ്ങൾക്ക് എല്ലാ ദിവസവും പേപ്പറിൽ കാണാം പലതരം ന്യൂസുകൾ. നിങ്ങൾ പേപ്പർ വായിക്കാറുണ്ടോ? പേപ്പർ കാണാറുണ്ടോ? ന്യൂസ് പേപ്പർ? അതൊന്നും നോക്കാൻ സമയമില്ല മിസ്സേ, അല്ലേ? എപ്പം ഫോണിൽ തന്നെ, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്, അല്ലെങ്കിൽ ഗെയിമില്. ന്യൂസ് പേപ്പർ ഒക്കെ ഒന്ന് വായിക്കണം. അപ്പൊ അതിൽ കാണുന്ന പല വാർത്തകൾ എന്തായിരുന്നു അറിയോ? കൂടുതൽ വാർത്തകളും കാണാൻ വേണ്ടി സാധിക്കുക. ഒന്നുകിൽ ഷാല് കഴുത്തിൽ കുരുങ്ങി മരിച്ചു, ചെറിയ കുട്ടികള് ഷാല് കഴുത്തിൽ കുരുങ്ങി മരിച്ചു, ഇല്ലെങ്കിൽ കയറ് കഴുത്തിൽ കുരുങ്ങി മരിച്ചു. അതെങ്ങനെ ഇങ്ങനെ തനിയെ കഴുത്തിൽ കുരുങ്ങോ? മിസ് അതിനൊരു സന്ദർഭം ഇപ്പൊ ഇവിടെ കണ്ടതുകൊണ്ടാണ് മിസ് ഇപ്പൊ നിങ്ങളോട് പറയുന്നത്. തനിയെ കഴുത്തിൽ കുരുങ്ങില്ല, കഴുത്തിൽ ഷാൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ അത് ഇങ്ങനെ ഒന്നെങ്കിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ അത് പിരിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും കെട്ടി ഇങ്ങനെ തിരിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്താണ് നിങ്ങളുടെ കഴുത്തിലേക്ക് കുരുങ്ങി പോവുക. പിന്നെ നിങ്ങൾക്ക് അത് ലൂസാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ കാര്യം എന്താണ് പിന്നെ മിസ് പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴുത്തിലിടാതെ ശ്രദ്ധിക്കണേ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഗർമി കി ചുട്ടി മേ ബച്ചോ ജി പർ മൗജ് ബനാവോगे. നിങ്ങൾക്ക് വെക്കേഷൻ ലീവ് കിട്ടിയ സമയത്ത്, നിങ്ങൾക്ക് അവധിക്കാലം കിട്ടുന്നുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ജി എന്ന് പറഞ്ഞ മനസ്സ് നിറയെ ഹാപ്പി ആയിട്ട് മൗജ് ബനാവോगे. നിങ്ങൾ തുള്ളി ചാടി കളിച്ചോളൂ. അതിന് ഒരാളും തടസ്സം പറയില്ല. ഇപ്പൊ പറയാ, ഇപ്പൊ കൊറോണയാണ്, നിങ്ങൾ അധികം പുറത്തൊന്നും പോയി കളിക്കരുത്. കുഞ്ഞു മക്കളാവുമ്പോ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇപ്പൊ കളിക്കാൻ ദൂരൊന്നും പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ള സമയങ്ങളില് നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ എന്തൊക്കെയാണ്? പുതിയ പുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകളും നോട്ട്ബുക്കുകളുമാണ്. അതിന്റെ കൂടെയാണ് കളിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് ആ ലീവ് കിട്ടുന്ന സമയത്ത്, ഗർമിക്ക് ചുറ്റി ആ സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സ് നിറയെ ഹാപ്പി ആയിട്ട് കളിച്ചു നടന്നു. അതിന് ആരും പരാതി പറയില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നല്ല റിസൾട്ട് കിട്ടുക എന്ന് മിസ് പറഞ്ഞത് മനസ്സിലായോ? ആരോൺ മനസ്സിലായോ മിസ് പറഞ്ഞത് എന്താണെന്ന്? ആ ലെസൺ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ഇനി ആർക്കെങ്കിലും? ആഷിൻ ഡൗട്ട് ഉണ്ടോ മോനെ? എല്ലാവർക്കും മനസ്സിലായോ ആ ലെസൺ? ഓക്കെ, ദേവപ്രിയ മനസ്സിലായോ? നിങ്ങളുടെ ഫ്രണ്ട് മിസ്സിന്റെ കൂടെ ഉണ്ട്, ദേവപ്രിയ. കാണണോ? ദേവപ്രിയനെ ഒന്ന് കാണിച്ചുതരാം. ദേവപ്രിയ നിങ്ങൾ കാണുന്നുണ്ടാവില്ലതാ. ദേവപ്രിയ കണ്ടോ? ദേവപ്രിയനെ കണ്ടോ? യെസ്. അപ്പൊ നോക്കുക, മിസ് ഒന്നുകൂടി വായിച്ചു തരാം. मेहनत का फल दिन आ गए पढ़ाई के, घोना नहीं लड़ाई में, सर पर आए हैं इम्तिहान, मेहनत का होगा परिणाम, खेल कूद कुछ दिन छोड़ो,
मेहनत से नाता जोड़ो, सच्ची लगन लगाओगे तो अच्छे नंबर पाओगे। नई पुस्तकें नई कॉपियां साथी नए बनाओगे। गर्मी की छुट्टी में बच्चों जी भर मौज മനാവോगे. വായിക്കാൻ പറ്റുന്നുണ്ടോ? ആരുൺ എന്താ എഴുതി വെക്കുന്നു മോനെ? ആരുൺ എന്താ എഴുതുന്നേ? മിസ് ഒന്നും എഴുതാൻ പറഞ്ഞില്ലല്ലോ, ഒന്ന് എഴുതി വെക്കാൻ നിൽക്കല്ലേ? സൂര്യദേവ് എന്താ എഴുതുന്നത്? ചിത്രം വരയ്ക്കുകയാണോ? വേണമെങ്കിൽ ആ കുട്ടികൾക്ക് പൊട്ടും ഇതൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ടോ അല്ലേ? ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ വരും നിങ്ങളുടെ വീട്ടില്. അതിലുള്ള പിക്ചർ അല്ലാണ്ട് നിങ്ങളുടെ എക്സ്ട്രാ ഒരു പിക്ചറും അതിൽ വേണ്ട. നീറ്റ് ആയിരിക്കണം ടെക്സ്റ്റ് നോട്ട്. ഓക്കെ ഓക്കെ ആണോ? അല്ലാതെ അവര് കാണുന്ന പിക്ചറിൽ പിന്നെ പൊട്ട് വരക്കാനും അതൊന്നും വരക്കാനും നിങ്ങൾ നിൽക്കണ്ട. അതിലുള്ള പിക്ചർ മതി. അപ്പൊ ഇത് ആരാ ഒന്ന് വായിക്കുന്നേ? ഈ ലെസൺ ഒന്ന് വായിച്ചിരുന്നേ. ആ ദേവാഞ്ജന കൈ ഓക്കെ ഓക്കെ. അൽന മുതൽ തുടങ്ങട്ടെ. അൽന അഗസ്റ്റീൻ. ദേവാഞ്ജന വിളിക്കാം മോളെ, ഓരോരുത്തരെയും വായിപ്പിക്കാം. അൽന ഒന്ന് വായിച്ച മോളെ ഉറക്കെ. ദിൻ ആ ഗായെ പടായി ഗായെ എന്ന് പറയല്ലേ? ഗായെ എന്ന് പറഞ്ഞാൽ പാടി എന്നാണ്. ഗയെ പോയി. ഗയെ പടായി കെ ഗോന നഹീം लड़ाई में सर पर आए हैं हम इम्तिहान मेहनत का होगा परिणाम गेल कूद कुछ दिन गोड़ा छोड़ो मेहनत से नाता जोड़ो। सच्ची लगन लगाओगे तो अच्छे नंबर पाओगे। नहीं पुस्तकें नहीं कॉपियां नहीं अല്ല नई ആണ്. नई पुस्तकें नई कॉपियां नई कॉपियां सादी नए बनाओगे। गर्मी की छुट्टी में बच्चों जी भर मौज बनाओगे. ഓക്കെ. കൃപ എന്താ മോളെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നേ? എപ്പോഴും സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാനാ ഇഷ്ടം? കൃപ വായിക്കാൻ റെഡിയാണോ? ഓക്കെ വായിച്ചോളൂ മോളെ. കൃപ നല്ല മാർക്ക് വാങ്ങി. വെരി ഗുഡ്. दिनागा पढ़े को पढ़ाई के गेना नहीं लड़ाई में सर पर आए हो है इम्तिहान में मेहनत का होगा परिणाम गेल कूद कुछ दिन छोटे मेहनत से नाता जोड़ो सच्ची लगन लगाओ तो अच्छे नंबर पाओगे.
अच्छे नंबर पाओगे, नई पुस्तकों में नई कॉपियाँ साथी नए बनाओगे। गर्मी की छुट्टी में बच्चों मौज मनाओगे। ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? അമ്മയാണോ? ചേച്ചി ചേച്ചി ഉണ്ട് അല്ലേ? ചേച്ചി എത്രയിൽ പഠിക്കുന്ന? 8ല്. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആരാ വായിക്കുന്നത്? സൂര്യദേവേ? ശ്രീദേവാണോ? ശ്രീദേവ്. ഓക്കെ, ശ്രീദേവ് വായിച്ചോളൂ. അവൻ എവിടെയാ പോവാനുണ്ട്, അവൻ വായിക്കട്ടെ കേട്ടോ. श्रीदेव कृष्णा वाइचोलो। दिन आ गए पढ़ाई के, गोना नहीं लड़ाई में, सर पर आए इम्तिहान, मेहनत का होगा परिणाम, जेल को कुछ दिन छोड़ो, मेहनत से नाता जोड़ो, सच्ची लगन लगाओगे तो अच्छे नंबर पाओगे, नई पुस्तकें नई कॉपियाँ साथी नए बनाओगे, गर्मी की छुट्टी में बच्चों जी भर मौज मनाओगे. ഓക്കെ, ശ്രീദേവിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാം. ഫുൾ മാർക്ക് ഉണ്ട് അല്ലേ എക്സാമിന്? ഹിന്ദിയുടെ എക്സാമിന് ഫുൾ മാർക്ക് ഉണ്ട്. വെരി ഗുഡ്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ഇത് മീനിങ്ങും തെറ്റിയിട്ടില്ല. ഓക്കെ, ഇങ്ങനെ തന്നെ പോണേ. നന്നായിട്ട് പഠിക്കണം ഇനിയും കേട്ടോ. ഓക്കെ, ഇനി ആരാ വായിക്കുന്നേ? സൂര്യദേവ് റെഡി? ദേവാഞ്ജന, ദേവാഞ്ജന വായിക്കൂ. मेहनत का फल, दिन आ गए पढ़ाई के, गोना नहीं लड़ाई में, सर पर आए हैं इम्तिहान, मेहनत का होगा परिणाम, कूद कुछ दिन छोड़ो, मेहनत से नाता जोड़ो, सच्ची लगन लगाओगे तो अच्छे नंबर पाओगे, नई पुस्तकें नई कॉपियों साथी नए बनाओगे, गर्मी की छुट्टी में बच्चों जी पर मौज मनाओगे. ഓക്കെ, വെരി ഗുഡ്. ദേവാഞ്ജന, ടെൻഷനും വേണ്ട കേട്ടോ. പഠിക്കാനൊക്കെ ആവുന്നുണ്ട്. നന്നായിട്ട് നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അത് പിന്നെ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പിന്നെ ആൻസർ എഴുതിയിട്ടില്ലായിരുന്നു അല്ലേ? മിസ് നേരത്തെ പറഞ്ഞതിന്റെ ആൻസർ അല്ലേ? ഔട്ട്ഡോർ ഗെയിംസ് എഴുതിയില്ലായിരുന്നു. ഓക്കെ, സൂര്യദേവ് റെഡിയാണോ? ഓക്കെ ഓക്കെ ഓക്കെ, വായിച്ചോളൂ. पढ़ाई का घोना पढ़ाई में सर पर आ गया आए हैं इम्तिहान, होगा परिणाम, कूद
दिन छोड़ो जोड़ो सची लगन लगाओगे तो और क्या वाइचे केल्कुന്നില്ലല്ലോ अच्छे नंबर पाओगे नई पुस्तकें नई कॉपियां साथी नए बनाओगे മോൻ വായിക്കുന്ന കേൾക്കുന്നില്ലല്ലോ മോനെ गर्मी की छुट्टी में बच्चों जी भर मौज मनाओगे അല്ലേ ഓക്കെ അല്ലേ ഓക്കെ നന്നായിട്ട് 2-3 പ്രാവശ്യം വായിക്കണേ നന്നായിട്ട് വീട്ടിൽ നിന്ന് ടെക്സ്റ്റ് ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല ടെക്സ്റ്റ് അതിന് ശേഷം വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ സൂര്യദേവിനെ കുറച്ച് നന്നായിട്ട് വായിക്കാൻ പറ്റൂ 2-3 പ്രാവശ്യം കൂടി വായിക്കണം ഓക്കെ ഷെഫി വായിക്കാൻ റെഡി ആണല്ലോ എല്ലാവരും ഈ സമയത്ത് എല്ലാവരും ഇപ്പൊ വായിപ്പിക്കാനാവില്ല നെക്സ്റ്റ് ക്ലാസ്സിൽ വായിപ്പിക്കും ബാക്കിയുള്ളവരെ അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുക ഷെഫി വായിച്ചോളൂ ഷെഫി വായിക്കുമ്പോളെ അൺമ്യൂട്ട് മോളെ ഷെഫി ഇനി ആരാ വായിക്കാൻ ബാക്കി എന്നല്ലേ ഷെഫിക്ക് കേൾക്കുന്നില്ലെങ്കിൽ എബിൻ ഓക്കെ വായിച്ചോളൂ മോളെ മോനെ എബിൻ വായിച്ചോളൂ मोहनता का फल पढ़ाई को खोना नहीं लड़ाई में सर पर आया है इम्तिहान मेहनत का होगा प्रणाम എബിൻ മിസ് പറഞ്ഞത് കേൾക്കാമോ എക്സ്പ്രസ് വിടുമ്പോലെ വിടല്ലേ മിസ് തെറ്റുമ്പോഴേ മിസ് പറഞ്ഞിരുന്നുണ്ട് അതൊന്നും കേൾക്കുന്നില്ല വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എവിടെ നിർത്തില്ല സ്റ്റോപ്പില്ല ലിമിറ്റഡ് സ്റ്റോപ്പാ ഇപ്പൊ വായിച്ചതില് ഒന്ന് ലെസണിന്റെ പേര് പറഞ്ഞ തെറ്റായിരുന്നു മിസ് പറഞ്ഞു നീ കേട്ടില്ല മെഹനത്ത് കാ ഫൽ അതാണ് ഓൻ വായിച്ചത് വേറെന്തോ വേർഡായിരുന്നു മെഹനത്ത് കാ ഫൽ എന്നാണ് അതുപോലെ ഇപ്പൊ ലാസ്റ്റ് വായിച്ച ലൈനില് മെഹനത്ത് കാ ഹോഗ പരിണാം ഓക്കെ ഇനി വായിച്ചോളൂ ഇനി തെറ്റുമ്പോഴും മിസ് പറഞ്ഞില്ല അപ്പൊ നിർത്തണം ഓക്കെ സ്റ്റാർട്ട് ആക്കിക്കോളൂ സ്പീഡ് പോകരുത് മിസ് പറഞ്ഞുതരും ഓക്കെ ബാക്കി വായിച്ചോളൂ കേൾക്കൂത് മുതൽ വായിച്ചോളൂ
खेल कूद कुछ दिन ചോടോ मोहनत മെഹനത്ത് മോഹനത്ത് എന്ന് വായിക്കരുത് മെഹനത്ത് പരിശ്രമം नाता ജോടോ छोटे ജോടോ വേറൊന്നും വായിക്കരുത് ചോട്ടെന്നും വായിക്കരുത് ജോടോ ഒന്നുകൂടി മിസ് പറയട്ടെ ജോടോ ഡാഡ ജോടോ सचिन लगाओगे नंबर नई पुस्तकों नई कॉपी का नई साथी नए बनाओगे गर्मी की छुट्टी में बच्चे जी पर മനാവോगे എബിൻ ഓക്കെ എബിൻ അത് ശീലായെന്ന് തോന്നല്ലേ വിട്ട് കഴിഞ്ഞ എക്സ്പ്രസ് ആണ് പിന്നെ എന്ത് മിസ് പറഞ്ഞാലും കേൾക്കില്ല ആര് പറഞ്ഞാലും സ്റ്റോപ്പ് ചെയ്യില്ല ഇടയ്ക്ക് എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ തെറ്റി വന്നു നിന്നു മിസ് പറയുമ്പോഴൊന്നും ശ്രദ്ധിച്ചില്ല ഓക്കെ ഇനി വായിക്കുമ്പോഴേ അങ്ങനെ സ്പീഡ് പോകരുതേ മിസ് പിറകുന്ന ആരെങ്കിലും വിളിക്കുന്നത് നോക്കണം തിരിഞ്ഞു നോക്കണേ ഒന്ന് മിസ് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ നോക്കണം ശ്രദ്ധിക്കണം സ്പീഡ് പോകരുത് ചില വാക്കുകൾ തെറ്റുണ്ട് കേട്ടോ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ വായിക്കുക ഓക്കെ ഷെഫി അടുത്ത നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും വായിക്കാൻ റെഡി ആവില്ലേ നമ്മളെ ഷെഫി ഇപ്പൊ ക്ലാസ് ടൈം കഴിയാറായില്ലേ ഇപ്പൊ വായിക്കുന്നുണ്ടോ ഷെഫി എന്ന് വായിച്ചോളൂ दिन आ गए गेने नहीं लड़ाई में सर पर आए खोना नहीं लड़ाई में गोना नहीं लड़ाई में सर पर आए हैं इम्तिहान मेहनत का होगा परिणाम गेल कुछ दिन छोड़ो मेहनत से नाथा जोड़ो ജോടോ ജോടോ അത് വേറൊരു വേർഡ് വായിക്കല്ലേ ചോടോ എന്ന് വായിക്കരുത് ജോടോ ഈ ജോഡിനെ പറഞ്ഞാൽ ബന്ധിപ്പിക്കാൻ അർത്ഥം जोड़ो जोड़ो साथी लगा ओगे तो अच्छे नंबर पाओगे नई पुस्तकों नई कॉपियां साथी नए बनाओ